ഒരു ടേസ്റ്റി യമ്മി ഫ്രൈഡ് റൈസ് റെസിപ്പി ആയാലോ? ഇത് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ നല്ല അരി ഇങ്ങനെ വേവിച്ച് വെക്കുക. അതിനുശേഷം ചിക്കൻ ഇങ്ങനെ കുനുകുനാന്നരിഞ്ഞ്, മുട്ട ഇതുപോലെ ഇങ്ങനെ ചിക്കി 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 എടുത്ത്, പച്ചക്കറിയെല്ലാം ഇങ്ങനെ കുനുകുനാന്നരിഞ്ഞ് എടുത്തിട്ട് വെക്കുക. അപ്പോൾ ഇതിനകത്ത് ക്യാപ്സിക്കവും എന്താ പറയുക നല്ല ചില സാധനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ ആകെ ഒരു ടേബിൾ സ്പൂൺ ആണോ ടീസ്പൂൺ എന്തോ ടേബിൾ സ്പൂൺ അതിനകത്ത് നെയ്യല്ല, ബട്ടർ ആഡ് ചെയ്തു. അതിലേക്ക് നമ്മൾ ചിക്കൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ആവശ്യത്തിന് ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്, ചിക്കൻ ആവശ്യത്തിനുള്ള ഉപ്പ്. എന്നിട്ട് ലൈറ്റായിട്ട് കുറച്ച് കുരുമുളക് ഞാൻ ചേർത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അതിനുശേഷം പച്ചക്കറികളെല്ലാം ചിക്കൻ നന്നായിട്ട് വെന്തതിന് ശേഷം പച്ചക്കറികളെല്ലാം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ക്ലിപ്പിലൊക്കെ ഞാൻ മറന്നുപോയി, സീരിയസ്ലി. സോ ആ പച്ചക്കറിയെല്ലാം ഒന്ന് കുക്കായിട്ട് വന്നതിന് ശേഷം നമ്മുടെ മുട്ട ഇങ്ങോട്ട് എടുത്തിട്ട് ചിക്കി 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 വെച്ചിരിക്കുന്ന സാധനമില്ലേ, ഇതൊരു 3-4 മുട്ടയുണ്ട് കേട്ടോ. ഞാനൊരു 4 പേർക്കുള്ള ഫുഡാണ് ഉണ്ടാക്കുന്നത്. ഒരു 400 ഗ്രാം റൈസും അതുപോലെ തന്നെ 400 ഗ്രാം ചിക്കനും പിന്നെ അതിനനുസരിച്ചുള്ള പച്ചക്കറിയും ഇതെല്ലാം കൂടി എടുത്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് അതിലേക്ക് ഇടുക. സോ റൈസ് വേകുമ്പോഴത്തേന് നിങ്ങളൊരു കാര്യം നോക്കണം, കറക്റ്റ് നന്നായിട്ട് ഇങ്ങനെ വെന്ത് പോകുന്ന പരുവത്തിലേക്ക് ആകരുത് കേട്ടോ. നിങ്ങളിങ്ങനെ നോക്കി നിൽക്കട്ടെ, മാക്സിമം 15 മിനിറ്റുള്ള റൈസ് വേകും. അപ്പം നോക്കി നിന്ന് ഒന്നിങ്ങനെ വഴിപോലിരിക്കുന്ന ആ ഒരു പരുവത്തിന് നമ്മൾ സാധനം എടുക്കണം, ഒത്തിരി വെന്ത് പോകരുത്. ഓക്കെ, എന്നിട്ട് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ അത്ര നല്ലത്. അതിനുശേഷം നമ്മൾ നൈസായിട്ട് കുറച്ച് സോയാ സോസ് ഒരു 3-4 ടേബിൾ സ്പൂൺ അങ്ങോട്ട് ഒഴിക്കുക. അത്യാവശ്യം നല്ല ഫ്ലേവറൊക്കെ കിട്ടണമെങ്കിൽ 3-4 ടേബിൾ സ്പൂണെങ്കിലും ഒഴിക്കണം. പിന്നെ അതിന് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക, നല്ല കുടുകുടാന്ന് നന്നായിട്ട് മിക്സ് ആക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ടൊരു സാധനമുണ്ട്, അതാണ് നമ്മളുടെ ചില്ലി സോസ്. ചില്ലി സോസ് ഒരു 1-2 ടേബിൾ സ്പൂൺ ഇടാൻ കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ ഇട്ടതിൻ്റെ ഇത് ഞാൻ എടുത്തിട്ടില്ല, അത് പോട്ടെ. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി ഇങ്ങനെ കുനുകുനാന്നൊന്ന് വിതറി കൊടുക്കുക. അത്രേ ഉള്ളൂ പരിപാടി. നമ്മളുടെ ഹോട്ടലിൽ നിന്നൊക്കെ മേടിക്കുന്ന ടൈപ്പ് നല്ല പെർഫെക്റ്റ് എന്താ പറയുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. സൂപ്പർ സാധനം, എല്ലാവരും ട്രൈ നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.